ഹലോ ഗെയ്സ്, ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഓൾമോസ്റ്റ് എൻ്റെ മേക്കപ്പ് എല്ലാം ഡണ്ണാണ് കേട്ടോ. ഇന്നൊരു ഡേ ഔട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡേ ഔട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്നോ എന്താണ് ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഈ വ്ളോഗിലൂടെ നമുക്ക് കാണാവേ. വളരെ എക്സൈറ്റ്മെൻറ്റിലൂടെ നമുക്ക് തുടങ്ങാമല്ലേ. ഇത് ഹിബ, ഇത് ഹാമ്. എൻ്റെ ലൈഫിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബ്ലോഗിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഇവർ തന്നെയാണ് കേട്ടോ. കേരളത്തിനെ നമ്മൾ വേറെ പേരിലും അറിയപ്പെടുന്നുണ്ടല്ലേ, ഗോഡ്സ് ഓഫ് കൺട്രി. അതെത്ര ശരിയാണല്ലേ. തെക്കൻ കേരളത്തിന് തെക്കൻ കേരളത്തിൻ്റെതായിട്ടുള്ള ഭംഗിയും വടക്കൻ കേരളത്തിന് വടക്കൻ കേരളത്തിൻ്റെതായിട്ടുള്ള ഭംഗിയും ഉണ്ടല്ലേ. അത് ഞാൻ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് കേട്ടോ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാനൊരു വടക്കൻ കേരളക്കാരിയും എൻ്റെ ഹസ്ബൻഡ് ഒരു തെക്കൻ കേരളക്കാരനും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. വടക്കൻ കേരളത്തിനെക്കാട്ടിലും പ്രകൃതി ഭംഗി കൂടുതലും പച്ചപ്പും കൂടുതലുള്ളത് തെക്കൻ കേരളത്തിനാണെന്ന്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ കാര്യത്തിൽ മാത്രമാണ് എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു പത്തനംതിട്ടക്കാരനാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയുടെ തൊട്ടടുത്തുള്ള ജില്ലയായ ആലപ്പുഴ ജില്ലയിലെ ഒരു കാവാലം എന്നുള്ളൊരു സ്പോട്ടിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതാണ്. ഈ റൂട്ടൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ റൂട്ടിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പോകുന്ന വഴി ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ക്ലിപ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. കൺകുളിർക്ക് കണ്ടാലും മതി വരാത്ത അതുപോലെയുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ആലപ്പുഴ ജില്ലയിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വരുന്നതും. ഇതുപോലെ ഞാൻ വീഡിയോസിലൊക്കെ ഈ ഒരു പിക്ചേഴ്സും വീഡിയോസ് അങ്ങനത്തെ എല്ലാം കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ എനിക്ക് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ ആലപ്പുഴ ജില്ല. ഇതുപോലെ കുട്ടനാട്, ഈ കുട്ടനാടാണ് ഈ കാവാലം വരുന്നത്. എനിക്ക് കറക്റ്റ് അത് സ്പോട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാനത് കറക്റ്റ് അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു തരാത്തത്. ഞങ്ങൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ അതിമനോഹരം പറഞ്ഞാൽ എനിക്ക് തീരത്തില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഒത്തിരി കാഴ്ചകളാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രസരിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന ആ ഒരു ഏരിയ നമുക്ക് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ് കേട്ടോ. അത്രയും ഭംഗി എന്ന് പറഞ്ഞാൽ അതുപോലെ ഭംഗിയായിട്ടുള്ളൊരു ഒരു സ്ഥലം കേരളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ എനിക്കറിയത്തില്ല. ആ പോകുന്ന റൂട്ടാണെന്നുണ്ടെങ്കിലും റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ റൂട്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. വെള്ളം കയറിയത് കാരണം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ തന്നെ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യട്ടോ. ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ അവർ വന്നിരിക്കുന്നത്. അവർ വളരെ സേഫോട് കൂടിയിട്ടോ നമ്മൾ ആ ബോട്ടിലോട്ട് കയറ്റുന്നതും സീറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം അവർ വളരെ സൂക്ഷിച്ചും കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു ഷാപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ഷാപ്പിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഹൗസ് ബോട്ട് പോലെ തന്നെ ഒരു സെറ്റപ്പിലാണ് അവർ നമ്മൾക്ക് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും മുകളിലാട്ടോ ഇരിക്കുന്നതും അങ്ങോട്ടാട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതും. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രക്ഷയില്ല. ഫുഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അവിടുത്തെ മെയിനായിട്ട് കഴിക്കുന്ന എല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ബെസ്റ്റ് സെയിൽ എന്നെല്ലാം പറയുന്ന പോലെ ഒത്തിരി അതുപോലത്തെ നമ്മൾ ഓർഡർ എല്ലാം ചെയ്ത ഫുഡ് ഒന്നൊന്നിന് മെച്ചം ആ ഒരു എന്താ പറയുക, അത്രയും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ ഫുഡിൻ്റെ രുചിയും ആ ഫുഡിൻ്റെ സ്മെല്ലും ആ ഒരു അന്തരീക്ഷവും മൊത്തത്തിൽ ഓൾ ഓവർ അടിപൊളിയായിട്ടുള്ളൊരു എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ഡേ ഔട്ടും കൂടിയായിരുന്നു കേട്ടോ. ഫുഡാണെങ്കിലും ട്രാവലിംഗ് ആണെന്നുണ്ടെങ്കിലും കാഴ്ചകളാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുള്ള ഇതായിരുന്നേ. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു ഒത്തിരി നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. സ്പെൻഡ് ചെയ്തിട്ട് അവരെന്നെ നമ്മളെ ഇക്കരയിലോട്ട് ആക്കും കേട്ടോ. അവരെ ബോട്ടിൽ തന്നെ അവർ നമ്മളെ സേഫ് ആക്കിയിട്ട് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടനാട് എന്ന് വീഡിയോസിൽ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഓൾറെഡി ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിലും കിടിലെന്ന് പറഞ്ഞാൽ അതിലും കിടിലായിട്ടുള്ള ഒത്തിരി കാഴ്ചകളാണ് കേട്ടോ എൻ്റെ മനസ്സിലോട്ട് അപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ പിന്നെ അവിടെ പായലുകളൊക്കെ അടിഞ്ഞുകൂടി അതിൻ്റെ ഇടയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കൂടി ആയിട്ടുള്ളൊരു ഡേയും കൂടിയായിരുന്നു കേട്ടോ. ഈ നമ്മളന്ന് ഒത്തിരി മോർണിംഗ് പോയിട്ട് ഈവനിങ് ആണ് കേട്ടോ നമ്മൾ തിരികെ വീട്ടിലോട്ട് എത്തുന്നത്. ആ കായലിൻ്റെ അടുത്തുള്ളൊരു പള്ളിയും കൂടാണ് ഞാൻ നേരത്തെ കാണിച്ചത്.
പിന്നെ നമ്മളിങ്ങനെ ചുമ്മാ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ചില്ല് ചെയ്ത് വീഡിയോ എടുത്താലും നമുക്ക് മതി വരാം. അത്രയും നല്ല നല്ല സ്പോട്ട് നമ്മൾ പറയത്തില്ലേ, കേരളത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ്സ് ഓഫ് കൺട്രി എന്ന് പറഞ്ഞ പോലെ തന്നെ അതേ ആ ഒരു സംഭവം മനസ്സിലോട്ട് വരുന്നതും കണ്ണിലോട്ട് വരുന്നതും മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ വീണ്ടും വരണം, ആ ഒരു ഇതിലാട്ടോ നമ്മൾ പോകുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡാണെങ്കിലും അവിടുത്തെ ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും മൊത്തം സറൗണ്ടിങ് ആണെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.